അതെ മദ്യത്തിൻ്റെ ഇത് ഉപയോഗം കുറയുമ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടോ? അത് രണ്ടും അങ്ങനെ പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് അപ്പോൾ അന്ന് നമ്മുടെ കണക്ക് നോക്കുമ്പോൾ 2014 950 ലഹരിയെ സംബന്ധിച്ചുള്ള കേസുകളുണ്ടായിരുന്നു. ഇപ്പോൾ 12 ഈ വർഷം 12,000 ഇറ്റ് ഡസൻ മീൻ നമ്മൾ നേരത്തെ വെച്ചാൽ അവിടെ മദ്യമില്ലാത്തത് കൊണ്ട് ആളുകൾ ഇത് കഴിക്കുകയായിരുന്നു എന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇത് ഒരു ആ പ്രശ്നം നമ്മൾ മുമ്പ് തന്നെ അത് ഒഴിവാക്കാൻ നമ്മൾ നോക്കേണ്ട. അതിൻ്റെ ഉപയോഗം കൂടുതലായിരുന്നു. ഇപ്പം നമ്മൾ കേസ് കൂടുതൽ പിടിക്കുന്നുണ്ട്. ഈ ലഹരി വസ്തുക്കളുടെ കേസുകൾ കൂടുതൽ പിടിക്കുന്നുണ്ടെന്ന് അർത്ഥം ആളുകൾ കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അല്ല. ആ രീതിയിൽ യു ഷുഡ് നോട്ട് തിങ്ക്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉത്തർപ്രദേശ് സംസ്ഥാനം 25 കോടി ഏകദേശം 25 കോടി ആളുകൾ താമസിക്കുന്ന ഒരേ സംസ്ഥാനമാണ്. ഇത് ഒരു നമ്മുടെ ഈ കേരളം പറഞ്ഞ വെച്ചാൽ 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഓരോ സ്ഥലം. 25 കോടി 3.5 കോടി. ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് ചോദിക്കൂ, ഹൗ മെനി ഡ്രഗ് കേസസ് ഹാവ് ബീൻ ടേക്കൺ ഇൻ UP? ഒരു 5000 ഒരു 6000 കേസുകളൊക്കെ കാണും അവിടെ. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ആളുകൾ എന്താ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കലില്ല എന്നാണോ പറയുന്നത്? അവിടെ പിടിക്കുന്നില്ല, പ്രയോറിറ്റി ഇല്ല. പിടിക്കലില്ല ഞാൻ പറയുന്നില്ല. അവിടെ അവരുടെ വേറെ ക്രമസമാധാനമുണ്ട്. അവിടെ ചിലപ്പോൾ ലൂട്ടായിരിക്കാം, കൊലപാതകമായിരിക്കാം, ഈ മോഷണങ്ങൾ കൂടുതലായിരിക്കാം, വേറെ രീതിയിലുള്ള അവിടെ ഈ ഡ്രഗ്സ് പിടിക്കണം പറഞ്ഞിട്ട് പ്രയോറിറ്റി ഇല്ല. പക്ഷേ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൽ ഞങ്ങളിത് പറയുന്നു, ഇത് ഒരു പ്രോബ്ലമാണ്, ഇത് എവിടെ ആയാലും ഞങ്ങൾ പിടിച്ചിരിക്കും. ലഹരി മരുന്ന് വേട്ട അന്നേരം വളരെ സജീവമാണ്. അത് വേണം. നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കേസ് പിടിക്കണം. സമൂഹത്തിൽ ഇത് കൂടുന്നുണ്ടോ, ഇത് കുറയാനുണ്ടോ? ഇവിടെ ഈ മദ്യശാലകളും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉപയോഗം അത് കുറയ്ക്കാമായിരുന്നു അത് പറഞ്ഞിട്ട് ഒരു കാര്യം